ബ്രോ ഇപ്പോൾ പലർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പല വണ്ടികളും മാർക്കറ്റിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. അതിൽ ബ്രോയിൻ്റെ ഫേവറേറ്റ് ഏതായിരുന്നു? മെഴ്സീഡീസ് ബെൻസ് C220D. ബ്രോ അതൊക്കെ ഡിസ്കണ്ടിന്യൂ ആയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏപ്രിൽ 2025 ഡിസ്കണ്ടിന്യൂ ആയത്. മെഴ്സീഡീസ് ബെൻസ് പണ്ട് തൊട്ട് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഫോളോ ചെയ്ത് വന്നിരുന്നത്. ശരിക്കും എനിക്ക് മെഴ്സീഡീസ് ബെൻസിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് മനസ്സിലായത് മെഴ്സീഡീസിൻ്റെ തന്നെ സി ക്ലാസിൻ്റെ അകത്തുള്ള മോഡൽ C220D എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കണ്ടതിന് ശേഷമാണ്. അന്ന് തൊട്ടെൻ്റെ ഡ്രീം കാറാണ് C220D. വലിയ വണ്ടിയൊന്നുമല്ല, പക്ഷേ പ്രീമിയം സെഡാൻ, സ്പേഷ്യസ് ആയിട്ടുള്ള സെഡാൻ, സ്ലീക്ക് ആയിട്ടുള്ള ലൈൻസും പ്യുവർലി എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈൻസും. അന്നത്തിൽ എന്തൊരു ഭംഗിയാണ് ഡിസൈൻ കാണാൻ. ഒരു 2 ലിറ്റർ ടർബോ ചാർജ്ഡ് ഇൻലൈൻ 4 സിലിണ്ടർ ഡീസൽ ഹൈബ്രിഡ് ഡീസൽ എഞ്ചിനായിരുന്നു. 1993cc ഡീസൽ എഞ്ചിനായിരുന്നു. പെട്രോൾ അവൈലബിൾ അല്ലായിരുന്നു. 9 സ്പീഡ് ഓട്ടോമാറ്റിക് വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ്, അതിൻ്റെ കൂടെ സ്പോർട്സ് മോഡും. 2865 മില്ലിമീറ്റർ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള വീൽ ബേസ്, 197 bhp, 440 ടോർക്കും ഉണ്ടായിരുന്നു. 7.3 സെക്കൻഡ്സിലായിരുന്നു ഇത് 0 to 100 അച്ചീവ് ചെയ്തിരുന്നത്. 245 കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. അതിനുള്ള വീൽ ബേസും ഉണ്ടായിരുന്നു. പിന്നെ ഈ റിലയബിലിറ്റീൻ്റെ ഒരു കേസിൽ വരുമ്പോൾ ടർബോ ചാർജർ അതുപോലെ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിൻ്റെ ഒക്കെ കംപ്ലയിൻസ് കുറേ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിലയബിലിറ്റിയിൽ ഒരു ചെറിയൊരു മാറ്ററാണ്. മെയിനായിട്ട് ഡിസൈൻ ഒരു രക്ഷയുമില്ല, അത് തന്നെ കാരണം. ആനച്ചന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ഇതിന് 59 ലക്ഷമായിരുന്നു ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നത്. ഒരു ബിഗിനർ റിച്ച് ആൾക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു വെഹിക്കിളായിരുന്നു. അതേലെ എനിക്കും താല്പര്യമുള്ള ഒരു വണ്ടിയായിരുന്നു C220D. എന്തായാലും അത് മാർക്കറ്റിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ആയി പോയെന്നറിഞ്ഞതിൽ എനിക്കും വിഷമമുണ്ട്. എന്തായാലും താങ്ക് യു ബ്രോ. ഈ ബ്രോയിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.